بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി തൗഹീദിനെ നിലനിർത്തി മുവഹിദായി മുഖ്ലിസായി മുഅ്മിനായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ നൈമിഷികമായ ലോകത്ത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ സമയത്ത് അള്ളാഹു ഏത് സമയവും തിരിച്ചു വിളിച്ചാൽ ഈമാനോടുകൂടി ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീക്ക് സർവശക്തനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഓതിവച്ച ആയത്ത് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 36-ാമത്തെ വചനമാണ്. ബന്ധങ്ങൾക്ക് ഏറെ പവിത്രത നൽകുന്ന മതമാണ് അള്ളാഹുവിൻ്റെ മതം. ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ ബന്ധം നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹുവിനോടാണ്. അത് കഴിഞ്ഞിട്ടേ ലോകത്ത് മറ്റൊരു ബന്ധം നമുക്കുള്ളൂ. അൽ ഖാലിഖായ അൽ മുദബ്ബിറായ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടാണ് എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയ കടപ്പാട്. അത് കഴിഞ്ഞാലുള്ള ബന്ധമാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ കടന്നു പോയിട്ടുള്ളത്. തങ്ങളായ റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമുക്കുള്ള ബന്ധം നമ്മുടെ മാതാവിനോടാണ്, പിന്നെ നമ്മുടെ പിതാവിനോടാണ്. അതിലേക്കുള്ള ചില സൂചനകളും ആ ഖുതുബകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് മറ്റൊരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഖുതുബയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഓതിവച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ശിർക്കും തൗഹീദും പഠിക്കുന്ന ഘട്ടത്തിൽ എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു വചനമാണത്. ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമേ ഞാനും നിങ്ങളും ഇബാദത്ത് സമർപ്പിക്കാൻ പാടുള്ളൂ. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. പ്രാർത്ഥനയുടെ ഏതൊക്കെ വശങ്ങളും അംശങ്ങളും ഉണ്ടോ ആ റബ്ബിലേക്ക് മാത്രം. അതാണ് 5 നേരം നമ്മൾ നിർബന്ധമായി
കൈകെട്ടി നിന്ന് നമ്മളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് പറയാത്ത ഒരാൾ മുസ്ലിമേ ആവില്ല. നിസ്കരിക്കാത്തവൻ മുസ്ലിമാവൂ? ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പറയിപ്പിച്ചിട്ട് അള്ളാഹു അർ റഹ്മാനാണ്, അർ റഹീമാണ്, വരാനിരിക്കുന്ന പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്താണ്? ഇതൊക്കെ നീ അംഗീകരിക്കുന്നു, നീ വായിത്തി പറയുന്നു, നീ പുകയ്ത്തി പറയുന്നു, നീ അള്ളാഹുവിനെ പ്രശംസിക്കുന്നു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു, സ്തോത്രകീർത്തനങ്ങൾ അർപ്പിക്കുന്നു എങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും അള്ളാഹു പറയിപ്പിക്കുകയാണ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ ആ അർത്ഥത്തിലുള്ള സഹായത്തേട്ടം നടത്തുകയുള്ളൂ. അതുകൊണ്ട് വഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, അവരോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. വബിദിൽ ഖുർബ, നിങ്ങളുടെ ബന്ധുക്കളോടും, നിങ്ങളുടെ രക്തബന്ധുക്കളായ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്, അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം. വലിയതാമ, നിങ്ങളുടെ നാട്ടിലെ അനാഥകളോട് നിങ്ങൾ മാന്യമായി ഇടപെടണം. എല്ലാം അള്ളാഹുവിൻ്റെ ഖുർആൻ സ്പർശിച്ചു. വൽ മസാക്കീൻ, നാട്ടിലെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടിനെയും ആരോടും പറയാതെ ഒതുക്കി ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുന്ന മിസ്കീൻ നിന്റെ നാട്ടിലുണ്ടാകും, അവരോട് നീ മാന്യമായി വർത്തിക്കണം. അതാ മിസ്കീൻ, ആരോടും പറയില്ല. ഇന്നലകളിൽ തൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു, ഇന്നിൻ്റെ ലോകത്ത്, ഇന്നിൻ്റെ പിറവിയിൽ പട്ടിണിയിലാണ്. പക്ഷെ എല്ലാവരുടെയും കണ്ണിൽ അയാൾ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. പക്ഷെ വീടിൻ്റെ അകത്തളം പ്രയാസത്തിലാണ്. അഭിമാനത്തെ ആരുടെ മുമ്പിലും പിച്ചി ചീന്താൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അയാൾ ഒതുക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ മിസ്കീനുകൾ ഉണ്ടാകും. ആ മിസ്കീനുകളെ കണ്ടെത്തി അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം, വേണ്ടത് നിങ്ങൾ ചെയ്തു കൊടുക്കണം, അവരോട് നല്ല നിലയിലുള്ള പെരുമാറ്റം ഉണ്ടാകണം. ഫക്കീർ, നാട്ടിൽ എല്ലാവർക്കും അറിയും. കരുനച്ചിയിൽ ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളുണ്ട് എന്ന് വിചാരിച്ചോളൂ, അയാൾ നിങ്ങളോടൊക്കെ പറയും എനിക്ക് പ്രശ്നമുണ്ട്, അതാ ഫക്കീർ. എനിക്ക് പ്രയാസമുണ്ട്, അതാണ് ഫക്കീർ. തൻ്റെ ദാരിദ്ര്യത്തെ പറയാൻ പറ്റുന്ന ആളുകളോട് ചിലപ്പോൾ പറയും. അങ്ങനെയുള്ള ഒരു ഫക്കീർ, അതും അല്ലാഹു തആല ഫുഖറാ, സക്കാത്തിന്റെ വിഷയം എണ്ണിയപ്പോൾ, സഹായം കൊടുക്കേണ്ട വിഷയം എണ്ണിയപ്പോൾ ഫക്കീറിനെ അതിന്റെ ജമ്മായ ഫുഖറാഇനെ എണ്ണിയിട്ടുണ്ട്. എന്നാൽ ഈ മിസ്കീൻ മസാക്കീൻ ആരാണ്? ആരോടും പറയില്ല. തൻ്റെ ഷൂവ് പോളിഷ് ചെയ്ത് നടക്കുകയാണ്, തൻ്റെ കുപ്പായം കോളർ കീറിയിട്ടുണ്ട്, ഇസ്തിരിയിട്ട് മിനുക്കി നടക്കുകയാണ്. ആളുകൾക്കിടയിലേക്ക് അഭിമാനത്തെ, ഒരിക്കലും തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് പള്ളിയുടെ ഭാരവാഹികൾക്ക്, സക്കാത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക്, നാട്ടിൽ പ്രവർത്തിക്കുന്ന ക്ലബിൻ്റെ ഭാരവാഹികൾക്ക്, നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ബാധ്യത ഉണ്ട്. ആ നാട്ടിലെ മിസ്കീനിനെ കണ്ടെത്തി ആരും അറിയാതെ അവനെ സഹായിക്കുക. നിൽക്കട്ടെ, ഞാൻ ആ അടുത്ത വാചകത്തിലേക്ക് പോവുകയാണ്. വൽ ജാരിദിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള അയൽവാസിയോട്, കുടുംബവുമാണ് അയൽവാസിയുമാണ്. അപ്പോ ഏതോ ഒരു അയൽവാസിയോട് പെരുമാറുന്നത് പോലെ പറ്റില്ല, കുടുംബം കൂടിയാണ്, നിന്റെ രക്തബന്ധത്തിലെ അയൽവാസിയാണ്, നിന്റെ അയൽവാസിയാണ്, നിന്റെ കുടുംബവുമാണ്. അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം, വേണ്ട സഹായങ്ങൾ ചെയ്യണം. വൽജാരിൽ ജുനുബ്, അന്യരായ അയൽവാസികളുണ്ട്. നിന്റെ അടാപ്പയല്ല, നിന്റെ മുത്താപ്പയല്ല, നിന്റെ ഉമ്മാന്റെ അനിയത്തിയല്ല, വാപ്പാന്റെ പെങ്ങന്മാരല്ല, അവരുടെ മക്കളല്ല, നിന്റെ ജേഷ്ഠാനികന്മാരല്ല, അന്യരാണ് എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിൽപ്പെട്ടവരല്ല, പക്ഷെ അയൽപ്പക്കത്ത് താമസിക്കുന്നവരാണ്. അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം. വസാഹിബി ബിൽ ജംബ്, നിന്നോട് സഹവസിക്കുന്ന ആളുകളോടും, വബിനിസ് സബീൽ, വടിയാത്രക്കാരോടും, വമാ മലക്കത് ഐമാനുക്കും, നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയവരോടും, ഇവരോടൊക്കെ നിങ്ങൾ
മാന്യമായി പെരുമാറണം. അള്ളാഹിന്റെ ഓർഡർ ഇങ്ങനെ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? അള്ളാഹിനെ ആരാധിക്കണേ, ശിർക്ക് ചെയ്യരുത് കേട്ടോ. പടച്ചോനെ ആരാധിക്കണേ, ശിർക്ക് വെക്കരുത് കേട്ടോ. പിന്നെ പറഞ്ഞത് നിങ്ങളെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം കേട്ടോ. ഉമ്മാനെ പരിഗണിക്കണേ, വാപ്പാനെ പരിഗണിക്കണേ, വാപ്പാന്റെ കൂട്ടുകാരന്മാരെ പരിഗണിക്കണേ. വാപ്പ മരിച്ചിട്ടുണ്ട്, വാപ്പാന്റെ ഒപ്പം ജോലിയെടുത്തവർ, വാപ്പാന്റെ ഒപ്പം കൂലിപ്പണിയെടുത്തവർ, വാപ്പാന്റെ കൂടെ നടന്നവർ, അവരിൽ 4 ആളുണ്ടായിരുന്നു, 3 ആളുണ്ടായിരുന്നു. അവരെ കാണുമ്പോ ഒന്ന് ചായ വാങ്ങിക്കൊടുത്ത്, ഒന്ന് സൽക്കരിച്ച്, അവരോടൊന്ന് ചിരിച്ച്, വാപ്പാന്റെ കൂട്ടുകാരനാണെന്ന് മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി, വാപ്പാന്റെ കൂട്ടുകാരനെ, ഉമ്മാന്റെ കൂട്ടുകാരിയെ ആദരിക്കുന്നത് ആദരവാണ്, ബഹുമാനമാണ് എന്ന് പഠിപ്പിച്ച മതം സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മതം. അതാണ് ഈ അള്ളാന്റെ ദീന്. അത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ ദീന്. ഇനി തഫ്സീർ സഅദി പറയണേ, വൽ ജാരിദിൽ ഖുർബ തഫ്സീർ ചർച്ച ചെയ്യണേ. ഈ അടുത്ത ബന്ധുക്കളായ അയൽവാസി എന്ന് പറഞ്ഞാൽ ഐ അൽ ജാറുൽ ഖരീബ്, നിങ്ങളോട് അടുത്ത ബന്ധമുള്ള അയൽവാസിയാണ്. അല്ലദീ ലഹു ഹഖാനി, അങ്ങനെയുള്ള കുടുംബത്തിൽപ്പെട്ട അയൽവാസിയോട് നിനക്ക് 2 ബാധ്യതയുണ്ട്. ഒന്ന് ഹഖുൽ ജിവാർ, നിന്റെ അയൽപക്ക ബന്ധം എന്ന ബന്ധം. 2 വഹഖുൽ ഖറാബ, നിന്റെ ബന്ധം എന്ന ബന്ധം എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബം എന്ന ബന്ധം. ഈ 2 ബന്ധവും നീ കാത്തു സൂക്ഷിക്കണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ കാര്യത്തിലൂടെ ചർച്ച ചെയ്യുന്നു എന്ന് മുഫസ്സിറുകളായ ആളുകൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ബന്ധങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ബന്ധമാണ് ഞാൻ ഇന്ന് ഈ ഖുത്ബയിൽ പറയുന്നത്, അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് മാത്രം. അത് തന്നെ വിശദീകരിക്കാൻ എത്രയോ മണിക്കൂറുകൾ വേണം. ഖുത്ബയിലെ മിനിറ്റുകൾ കൊണ്ട് ചില കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ സാല ജിബ്രീലു, ജിബ്രീൽ എന്നെ ആയിക്കൊണ്ടേയിരുന്നു, യൂസീനി, എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർത്തു കുളിക്കും. സഹാബത്ത് കൂടെ ഉണ്ടെങ്കിൽ മനസ്സിലാകും ജിബ്രീൽ വന്നിട്ടുണ്ട്, വഹയി കിട്ടുന്നുണ്ട്, ചില ഉപദേശങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് സഹാബത്തിന് അറിയും. ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ വിയർത്തു കുളിക്കുന്നു, ബാക്കി ആളുകളൊന്നും വിയർക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ വന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് സഹാബത്തിന് മനസ്സിലാകുന്നു. ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നമുക്ക് ഹദീസിൽ കാണാം. ഏതായാലും മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ, ജിബ്രീൽ വന്ന് എന്നെ അയൽവാസിയെ കുറിച്ച് എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹത്താ ലനന്തു, ഞാൻ വിചാരിക്കുന്നത് വരെ സംസാരിച്ചു എന്നോട്. എന്ത് വിചാരിക്കുന്നത് വരെ? അന്നഹു, തീർച്ചയായും സയുവരിസുഹു, എന്റെ വാപ്പാന്റെ സ്വത്ത്, അനന്തരമായി കിട്ടുന്ന സ്വത്ത് അയൽവാസിക്ക് കൂടി കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്ന വിധത്തിലാണ് എന്നോട് അയൽപക്ക ബന്ധത്തെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമ്മളെ വാപ്പാന്റെ സ്വത്ത് ഓഹരിയൊക്ക, അത് 4 ആൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, ഒരാൾക്ക് 50 സെന്റ് ഉണ്ട്, പെൺകുട്ടിക്ക് 25 സെന്റ് ഉണ്ട്. അപ്പോ അയൽവാസിക്ക് സ്വത്തില്ല, അവർക്കും കൂടി കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്ന വിധത്തിലാണ് എന്നോട് ആര് സംസാരിച്ചത്? അയൽപക്ക ബന്ധത്തെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ അയൽവാസിക്കയിൽ പങ്കുണ്ട് എന്നല്ല, കൊടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നി. അത്ര വലിയ ബന്ധമാണ് അയൽവാസിയോടുള്ള ബന്ധമെന്ന് എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് ഉപദേശിച്ചു തന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാട്ടില് ഒരു വീടൊക്കെ 3 സെന്റ് സ്ഥലമില്ലാത്ത ഒരാള്, നിങ്ങൾക്ക് 1 ഏക്കർ ഭൂമിയുണ്ട്, 2 ഏക്കർ ഭൂമിയുണ്ട്, 50 സെന്റ് ഉണ്ട്, തോട്ടുണ്ട്, പറമ്പുണ്ട്, പാടുണ്ട്, എന്നാല് എല്ലാവർക്കും പള്ളിപ്പടിയിൽ പള്ളിക്കാട് നമ്മളെ കാത്തിരിക്കുകയാണ് അല്ലേ? അതിനൊരു 3 സെന്റ്. നിങ്ങൾ 5 ആൺമക്കളുണ്ട്, 4 ആൺമക്കളുണ്ട്, 6 ആൺമക്കളുണ്ട്, നിങ്ങൾക്കൊക്കെ 75 സെന്റ് ഉണ്ട്, 1 ഏക്കർ ഉണ്ട്, 50 സെന്റ് ഉണ്ട്, 40 സെന്റ് ഉണ്ട്, 2 സെന്റ് എനിക്ക് വേണ്ട. അങ്ങനെ 4 ആൺകുട്ടികൾ തീരുമാനിച്ചാൽ 8 സെന്റായി. അത് 2 കുടുംബത്തിന്, വീടില്ലാത്ത 2 കുടുംബത്തിന് നിങ്ങൾ സ്വത്ത് ഓഹരി വെക്കുമ്പോ അത് നോക്കി നിൽക്കുന്ന ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അത് കൊടുക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പഠിപ്പിച്ച ഏക മതം അള്ളാഹുവിന്റെ മതമാണ്. സുബ്ഹാനല്ലാഹ്. എന്ത് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം വേറെ ലോകത്തില്ല. ഇല്ല, നിങ്ങൾ പരിശോധിച്ചോ.
ഹൈന്ദവതയിലില്ല, ക്രൈസ്തവതയിലില്ല, ഒരു പ്രത്യയശാസ്ത്രത്തിലുമില്ല. നിങ്ങളുടെ അയൽപ്പക്കത്ത് വാടകക്കോ അല്ലെങ്കിൽ വല്ല കെട്ടിണ്ടാക്കിയതിലൊക്കെ താമസിക്കുന്ന സ്വന്തം സ്ഥലമില്ലാത്ത ഒരാള് നിങ്ങളുടെ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ അവർ വന്ന് നോക്കി നിൽക്കുന്നുവെങ്കിൽ അവരും അത് കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, ആ മൂത്തോന് 80 സെന്റ് സ്ഥല കിട്ടിയത്, 2 ഏക്കറാണ് കിട്ടിയത്, 28 സെന്റ് സ്ഥല കിട്ടിയത്, അങ്ങനെ പെൺകുട്ടിയൊക്കെ അതിന്റെ പകുതി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എത്ര കൊല്ലായി വാടകക്ക് താമസിക്കണേ, ഒരു 3 സെന്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിനുള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ട് അത് കണ്ടു നിൽക്കുന്നവർക്ക് നിങ്ങളുടെ സ്വത്തിൽ നിന്ന് കൊടുക്കലാണ് നല്ലത് എന്ന് അള്ളാഹുവിന്റെ മതം. ഇത്രയും വലിയ ബന്ധങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഫൽയുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. അതോ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ മുഅ്മിനായ മനുഷ്യ നീ അയൽപക്ക ബന്ധം, അയൽവാസിയെ നീ ആദരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയൽവാസിയുടെ ബന്ധം ഊഷ്മളമാവണം, അയൽവാസിയോടുള്ള ബന്ധം ഊഷ്മളമാവണം, സുദൃഢമാകണം, സ്ട്രോങ് ആകണം. പക്ഷെ ലിമിറ്റ് മറികടക്കാൻ പാടില്ല. എൻ്റെ അയൽവാസിയുടെ വീടാണ്, ഞങ്ങൾ അവിടുന്ന് ഉപ്പ് വാങ്ങും, ഞങ്ങൾ അങ്ങോട്ട് മുളക് കൊടുക്കും, ഇങ്ങോട്ട് മല്ലി വാങ്ങും, ഞങ്ങൾ കറി ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും. എന്നാൽ അടുക്കളയിൽ കൂടി കയറി ചെല്ലാൻ പറ്റുമോ? പറ്റൂല. അതാണ് ഊഷ്മളമാകണം, സുദൃഢമാകണം, സൂക്ഷ്മത വേണം. എന്താണ് ആ സൂക്ഷ്മത? ജേട്ടന്റെ വീട്ടിലേക്ക് പോലും പെർമിഷൻ ഇല്ലാതെ കയറാൻ പാടില്ല, അനിയന്റെ വീട്ടിലേക്ക് പോലും പെർമിഷൻ ഇല്ലാതെ കയറാൻ പാടില്ല. ബെല്ലടിച്ചിട്ട് വാതിലിന്റെ നേരെ നിൽക്കരുത്. കാരണം വീട്ടിൽ ചിലപ്പോ ഹാളിൽ നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഫാനും കുറച്ച് വിശാലതയുള്ള റൂമൊക്കെ ആയിരിക്കും, വാതിലിന്റെ നേരെ അവിടുത്തെ സ്ത്രീ കിടക്കുന്നുണ്ടാകും. ബെല്ലടി കേട്ട് ഉടനെ കുട്ടി ഓടി വന്ന് വാതിൽ തുറക്കും. നിങ്ങൾ അകത്തേക്ക് നോക്കുമ്പോ പൂർണ്ണമായി നഗ്നത മറക്കാത്ത വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുമായി നിങ്ങൾ സ്ത്രീകളെ കാണേണ്ടി വരും. അതുകൊണ്ട് അള്ളാന്റെ ദീന് പറഞ്ഞു, ബെല്ലടിച്ചാൽ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കണം. എന്താ കാരണം? ആ ഉമ്മ ഒന്ന് തട്ടൊക്കെ ഇട്ട് നേരിട്ട് വാതിൽ തുറക്കാന്ന് വിചാരിക്കുന്നതിന് മുമ്പ്, ചിലപ്പോൾ കിടക്കുന്നോടൊന്ന് എണീക്കാന്ന് വിചാരിക്കുന്നതിന് മുമ്പ് കുട്ടി ഓടി വന്ന് വാതിൽ തുറക്കും. അതുകൊണ്ട് അതുവരെ അള്ളാന്റെ ദീനാണ്, അതിൽ പോരായ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്ത്? ഈ ബന്ധം പഠിപ്പിക്കുമ്പോൾ ഇതുകൂടി പഠിപ്പിക്കണം. അതുകൊണ്ട് അയൽവാസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളാണ്. എനിക്കിതാ ഇവിടെ ഒരു വീട് വെക്കണം, പക്ഷേ ആ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം അറിയോ? അപ്പുറത്തുള്ള കുശുമ്പിന്റെ ആളാ, ഇപ്പുറത്തുള്ള വാഷിന്റെ ആളാ, ഇപ്പുറത്തുള്ള കുറുമ്പിന്റെ ആളാണ്. ഓൻ പറയാ വില കുറഞ്ഞ് കിട്ടിയിട്ട് എന്താ കാര്യം? അയൽവാസികൾ ശരിയില്ല. 10 രൂപ സ്ഥലത്തിന് കൂടിയാലും കുഴപ്പമില്ല, നല്ലൊരു അയൽവാസി ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മഹനീയമായ സംരംഭമാണ്, സാഹചര്യമാണ് എന്ന് അള്ളാഹുവിന്റെ ദീന്. ജൂതൻ ഉക്കാല ചന്തയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വീടും സ്ഥലം കൊടുക്കട്ടോ. ചന്തയിൽ ഉറക്കെ വിളിച്ചു പറയാ, ജൂതനാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇന്ന് മുസ്ലിമിന്റെ ശത്രുവാണ്. ഫലസ്തീനിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നു തള്ളുന്നത് ജൂതനാണ്. അതുകൊണ്ട് ആ ജൂതൻ ഉക്കാല ചന്തയിൽ വന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ വീട് കൊടുക്കുകയാണ്, എൻ്റെ പറമ്പും കൊടുക്കുകയാണ്. പക്ഷെ നാട്ടിൽ 1 ലക്ഷം റിയാലാ കിട്ടുന്ന വിലയെങ്കിൽ എൻ്റെ വീടിനും പറമ്പിനും 1 ലക്ഷം റിയാല്, 10,000 റിയാലേ കിട്ടുള്ളെങ്കിൽ എനിക്ക് 2 ലക്ഷം റിയാല് വേണം. 10,000 കിട്ടുമെങ്കിൽ എനിക്ക് 20,000 റിയാല് വേണം. അപ്പൊ ആളുകൾ പറഞ്ഞു, എന്താ അങ്ങനെ ഇരട്ടി മാർക്കറ്റ്? എൻ്റെ വലത് ഭാഗത്ത് മുസ്ലിമാണ്, എൻ്റെ ഇടത് ഭാഗത്ത് മുസ്ലിമാ. ഞാൻ ജൂതനാണ്, പക്ഷെ എൻ്റെ വലത് ഭാഗത്ത് മുസ്ലിമാ, എൻ്റെ ഇടത് ഭാഗത്ത് മുസ്ലിമാ. എൻ്റെ ഭാര്യയെയും മക്കളെയും ഒറ്റക്കിട്ട് എനിക്ക് യാത്ര പോകാം. അയൽവാസികൾ മുസ്ലിങ്ങളാണ്. എന്റെ വീട്ടിൽ പട്ടിണി കിടക്കൂല ഈ മുസ്ലിങ്ങൾ പട്ടിണി കിടന്നിട്ടല്ലാതെ. അതുകൊണ്ട് എന്റെ വീടിനും പറമ്പിനും മാർക്കറ്റ് കൂടും എന്ന് ജൂതൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. നമ്മളെ കുറിച്ച് അന്വേഷിക്കുകയാണ്, ഒരു 10 സെന്റ് സ്ഥലം കിട്ടണം വീടൊക്കെ. ആരാ അവിടുത്തെ അയൽവാസി? നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ട് പോകുന്നുണ്ടോ? മുടങ്ങിണ്ടോ? ഉണ്ടോ? ചിന്തിക്കണം. അയൽവാസി മുജാഹിദാകട്ടെ, സുന്നിയാകട്ടെ, ജമാഅത്താകട്ടെ, തബ്ലീഗാകട്ടെ, മുസ്ലിം അല്ലാത്ത ഖാദിയാനിയാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഹൈന്ദവനാകട്ടെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആദർശത്തിന്റെ വിഷയമല്ല. ഓനോന്റെ മതത്തിലും ഓന്റെ ആദർശത്തിലും സ്ട്രോങ് ആണ്, പക്ഷെ നല്ല ബന്ധാണ്, നല്ല മനുഷ്യനാണ്, നല്ല മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാ.
ധൈര്യമായിട്ട് ഇവിടുത്തെ കുട്ടികളെയും മക്കളെയൊക്കെ നിർത്തി പോകാം എന്ന് നമ്മളെ കുറിച്ച് അയൽവാസികൾ പറയാതെ പോകുന്നുണ്ടെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും ദീനിന്റെ കുറവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, അയൽപക്ക ബന്ധം ഊഷ്മളമാവണം, അയൽപക്ക ബന്ധം സുദൃഢമാകണം, അയൽപക്ക ബന്ധം സൂക്ഷ്മത നിറഞ്ഞതാകണം. അത് അടുക്കളയിൽ കൂടി കയറി ചെന്നിട്ട് നമ്മളെപ്പോഴും കയറുന്ന വീടല്ലേ, അയൽവാസിന്റെ ഭാര്യ നമ്മളെ ഭാര്യനെ പോലെ സംസാരിക്കുകയാണ്. ആളുകൾ കണ്ടാൽ തോന്നി ഇവരെന്താ ഇങ്ങനെ സംസാരിക്കണത്, നേരെ തട്ടറിഞ്ഞില്ല. മാക്സിയൊക്കെ ഇട്ട് ഒരു ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ അയൽവാസിയോട് ചെറുപ്പക്കാരനോട് സംസാരിച്ച് നിൽക്കുകയാണ്. ഇതൊന്നും ഇസ്ലാം അനുവദിക്കണില്ല. അങ്ങനെ നമ്മളെ നാട്ടിൽ ചില കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകൾ. പള്ളിയിലത്തെ ഉസ്താദിനെ കണ്ട തട്ടൊക്കെ നേരാക്കും. മീൻ കച്ചവടക്കാരൻ വന്നാൽ തട്ടമില്ല, ഒന്നുമില്ല, ആ മാക്സി ഇട്ട് മീൻ വാങ്ങാൻ ചെല്ലും. മീൻകാരന് ചുറ്റും നിൽക്കും. ഞാനൊരു കച്ചവടത്തെ അല്ല ഈ പറയുന്നത്, മനസ്സിലാക്കാനാണ്. ഒരു മാക്സി കച്ചവടക്കാരൻ വീട്ടിൽ വന്നാൽ അയൽവാസി പെണ്ണുങ്ങളൊക്കെ വട്ടം കൂടും, അവരെ ഡ്രസ്സ് ശ്രദ്ധിക്കാറില്ല. അതേസമയം പള്ളിയിലത്തെ ഉസ്താദ് വരുന്നുണ്ടാൽ ഒരു വീട്ടിൽ കൂടി തട്ട നേരാക്കി. എന്തേ, മീൻകാരനാണല്ലേ, അല്ലേ? മാക്സി കച്ചവടക്കാരൻ പുരുഷനല്ലേ? പള്ളിയിലെ ഉസ്താദിനെ പോലെ ഇവനും പുരുഷനല്ലേ? ഇസ്ലാം അവിടെ 2 നിയമം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാം അവിടെ 2 നിയമം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്ന്. പക്ഷെ ആളുകൾ അത് മനസ്സിലാക്കണില്ല. അതുകൊണ്ട് അള്ളാഹു വെച്ച നിയമം പാലിക്കുക എന്നത് മുസ്ലിങ്ങളെ നമുക്ക് നിർബന്ധമാണ്. അത് നമ്മൾ പാലിക്കേണ്ടതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഊഷ്മളമാകുമ്പോൾ തന്നെ സൂക്ഷ്മത നിറഞ്ഞതാകണം അയൽപക്ക ബന്ധമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസ് കേട്ടോളൂ, അന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലി അസ്ഹാബിഹി, തന്റെ സ്വഹാബ കിറാമിനോട് പറയുകയാണ്, ലി അൻ യസ്നിയ റജുലു ബിഅശറതി നിസ്വത്തിൻ, ഒരാൾ 10 സ്ത്രീകളെ വ്യഭിചരിച്ചു. ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ. ഒരു മനുഷ്യൻ 10 സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ട്. എന്നാൽ അവൻ അവന്റെ അയൽവാസിയായ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ചെറുതാണ് ആ വ്യഭിചാരമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 സ്ത്രീകളായിട്ടുള്ള വ്യഭിചാരത്തെ ലഘൂകരിക്കാനോ അതിനെ ശിക്ഷ കുറച്ച് പറയാനോ ചെറുതായി കാണാനോ അല്ല, മറിച്ച് ഒരു മനുഷ്യൻ നാട്ടിലെവിടെയോ ഉള്ള 10 സ്ത്രീകളെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഒരു മനുഷ്യൻ തന്റെ അയൽപ്പക്കത്തുള്ള തന്നെ വിശ്വാസത്തിലെടുത്ത അയൽവാസിയുടെ ഭാര്യയുമായിട്ടോ മകളുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഉമ്മയുമായിട്ടോ ഒരു ബന്ധം സ്ഥാപിച്ചാൽ, അന്യ നാട്ടിലോ എവിടെയോ കിടക്കുന്ന 10 സ്ത്രീകളെ വ്യഭിചരിച്ചതിനേക്കാൾ അപകടം പിടിച്ചതാണ് ഈ ഒരൊറ്റ വ്യഭിചാരമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഭയങ്കര ശിക്ഷയായിരിക്കും അർത്ഥം. എന്നിട്ട് ജേഷ്ഠന്റെ ഭാര്യയായിട്ട് അനിയന് കണക്ഷൻ, അനിയന്റെ ഭാര്യ ജേഷ്ഠനുമായി കണക്ഷൻ. ഇങ്ങനെയൊക്കെ എന്റെ നാട്ടില് ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അയൽവാസിയായ ഒരു പെണ്ണിനെ ഒരാൾ വ്യഭിചരിച്ചാൽ എന്താ പ്രവാചകൻ പ്രയോഗിച്ചത്? ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബി ഇംറഅത്തിൻ വാഹിദിൻ, ഒരൊറ്റ ബി ഇംറഅതി ജാരിഹി, അവന്റെ അയൽവാസിയായ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചതിനേക്കാൾ ചെറുതാണ് 10 സ്ത്രീകളുമായിട്ട് അവൻ ഉണ്ടാക്കിയ വ്യഭിചാരം. 2 മോശാണ്. ഒന്നിനെ ചെറുതാക്കാനോ അങ്ങനെ ഒരു തിന്മ ചെയ്യാന്ന് പഠിപ്പിക്കാനൊന്നുമല്ല. അയൽപക്ക ബന്ധത്തെ എത്രത്തോളം ശക്തിപ്പെടുത്തേണ്ടതാണ് എന്ന് പഠിപ്പിക്കാനാണ് ഇത് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വഖാല ലി അൻ യസ്രിക റജുലു മിൻ 10 അബിയാത്, 10 വീടുകളിൽ ഒരാൾ കയറി മോഷണം നടത്തി, കള്ളൻ 10 വീട്ടിൽ കയറി, ഐസറു അലൈഹി മിൻ അൻ യസ്രിക മിൻ ജാരിഹി, അവൻ അവന്റെ തൊട്ടടുത്ത അയൽവാസിയുടെ ഒരു വീട്ടിൽ കയറിയതിനേക്കാൾ ചെറുതാണ് അവൻ 10 വീട്ടിൽ കയറി നടത്തിയ മോഷണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കുറ്റമാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് അവൻ മോഷ്ടിച്ചത്. അപ്പൊ അപ്പുറത്തുനിന്ന് മോഷ്ടിക്കാമെന്നതിന് തെളിവാണോ? അല്ല. പിന്നെ നിന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അവൻ അവിടെ കമ്പി വെച്ചത്. നിന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അവൻ തേങ്ങ വേഗത്തിൽ പൊറുക്കി കൂട്ടാതിരുന്നത്. നിന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അവൻ അവിടെ കൂട്ടിയിട്ട വിറക് അവിടെ ഇട്ട് യാത്ര പോയത്. നിന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നിന്റെ അയൽവാസി അവിടുത്തെ പാത്രങ്ങളും അവിടുത്തെ കാര്യങ്ങളുമെല്ലാം മുറ്റത്തുപേക്ഷിച്ചു പോയത്. നിന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ലോക്കുണ്ടായിട്ടും ലോക്കെടുക്കാതെ 10 മിനിറ്റല്ലേ എന്ന് വിചാരിച്ചു പോയത്. അത് നീ വഞ്ചിച്ചാൽ നാട്ടിൽ മറ്റുള്ള വീടുകളിൽ നീ കയറിയതിനേക്കാൾ അപകടമാണ് നിന്റെ അയൽവാസിയെ നീ ചതിച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ മനസ്സിലാക്കണമെന്നാണ്. അപ്പം അത്രത്തോളം വലിയ ബന്ധമാണ് ഈ വിഷയത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹ്സിൻ, അടുത്ത ഹദീസ് പറയാ, വഅഹ്സിൻ ഇലാ ജാരിക്, നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കണം. തകുൻ മുഅ്മിന, അപ്പം നീ മുഅ്മിനാകും. അപ്പോഴാണ് നീ മുഅ്മിനാവുക. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല ജാഅ റജുലുൻ, ഒരു മനുഷ്യൻ വന്നു, ഇലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. എന്നിട്ട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദുല്ലനി, എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ദുല്ലനി, എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അല അമലിൻ, ഒരു പ്രവൃത്തിയെ കുറിച്ച്, ഒരു ഏർപ്പാടിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ? ഇദാ അന അമിൽതു ബിഹി ദഖൽതുൽ ജന്ന, ഞാനത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടണം. നബിയുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്കൊരു പണി, ഒരു ഏർപ്പാട് പറഞ്ഞു തരുമോ? ഒരു പ്രവൃത്തി എന്നെ ഏൽപ്പിക്കുമോ? എനിക്ക് അറിയിച്ചു തരുമോ? അത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടണം നബിയെ, അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരുമോ? പ്രവാചകൻ ഉടനെ മറുപടി കൊടുത്തു, കുൻ മുഹ്സിന, നീ മുഹ്സിനാവണം. അത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞു. അപ്പൊ വന്ന ആള് ചോദിച്ചു നബിയോട്, കൈഫ അഅലമു അന്നി മുഹ്സിനുൻ, ഞാൻ മുഹ്സിനായി എന്ന് എനിക്ക് എങ്ങനെ അറിയും? മുഹ്സിൻ എന്നാല് ഏറ്റവും നല്ലവനാവുക എന്നാ. അപ്പം ഞാൻ നല്ലൊരു മനുഷ്യനാണ്, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഗംഭീരമായിട്ടുണ്ട്, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും ഈ ബോധത്തോടു കൂടി എനിക്ക് നിലകൊള്ളാൻ പറ്റും. എനിക്ക് എങ്ങനെ അറിയും ഞാൻ മുഹ്സിനായിട്ടുണ്ട് എന്നാണ് ഈ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സൽ ജീറാനക്, നീ നിന്റെ അയൽവാസിയോട് ചോദിക്കണം. എന്താ പറഞ്ഞത്? എനിക്കൊരു പണി പറഞ്ഞു തരുന്നത് ചെയ്താൽ സ്വർഗം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന ആളോട് പറഞ്ഞു, കുൻ മുഹ്സിന, നീ മുഹ്സിനാവണം. അയാൾ ചോദിച്ചു, ഞാൻ മുഹ്സിനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? സൽ ജീറാനക്, നീ പോയി നിന്റെ അയൽവാസിയോട് ചോദിക്ക്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇൻ ഖാലു, നിന്റെ അയൽവാസികൾ പറയുകയാണെങ്കിൽ, ഇന്നക മുഹ്സിനുൻ, നീ നല്ലവനാണ്, ഫഅൻത മുഹ്സിന, അപ്പം നീ നല്ലവനാണ്. എന്താ? നിന്റെ അയൽവാസികൾ പറയാൻ, ഇന്നക മുഹ്സിനുൻ, നീ നല്ലവനാണ്, ഫഅൻത മുഹ്സിനുൻ, അങ്ങനെയാണെങ്കിൽ നല്ലവനാണ്, ഫഅൻത മുഹ്സിനുൻ, എന്നാൽ നീ നല്ലവനാണ്. വഇൻ ഖാലു, നിന്റെ അയൽവാസികൾ പറയാണ്, ഇന്നക മുസീഉൻ, നീ മോശപ്പെട്ടവനാണ്, ഫഅൻത മുസീഉൻ, എങ്കിൽ നീ മോശപ്പെട്ടവനാണ്. 10 സെന്റ് സ്ഥലമുള്ളത് അല്ലേ, 5 സെന്റ് സ്ഥലമുള്ളത്, 3 സെന്റ് സ്ഥലമുള്ളത്, അവിടെ ഒക്കെ ഉണ്ടാവും അയൽവാസികള്. ഓൽക്ക് നടക്കാൻ പറ്റണില്ല, ഒരു വഴി പോലും ഇടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. കുശുമ്പാട്ടാണ്. അവിടേക്ക് ഒരു റിക്ഷ കൊണ്ടുവരാൻ പറ്റൂല, ഒരു ഓട്ടോറിക്ഷ കയറ്റാൻ പറ്റൂല, ഒരു ബൈക്ക് കയറ്റാൻ പറ്റൂല. ഒലിച്ചു പോവോ മണ്ണ്? നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കാറൊക്കെ ഇവിടെ വെക്കാൻ പറ്റൂല. എന്തേ? അപ്പോഴേക്ക് ഒലിച്ചു പോവോ മണ്ണ്? അയൽപ്പക്ക ബന്ധം, അയൽവാസികൾ പറയാണ്, ഇവരൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് ഈ കട്ടൊന്നും ഏറ്റേണ്ട ആവശ്യമില്ല, ഈ കല്ലൊന്നും ഏറ്റേണ്ട ആവശ്യമില്ല. ഓലമുറ്റം വരെ വീട് വരും, അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വീടുണ്ടാക്കണേ. എന്നിട്ട് മൂക്ക് പിടിച്ച് അതിലെ വരിക, എന്നിട്ട് ഇങ്ങനെ 5 നേരം നിസ്കരിച്ച് വലിയ ആളായി പള്ളിയിൽ വന്ന് ഇങ്ങനെ നിസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. അയൽവാസിൻ്റെ വീട് പണി മുടക്കിയിട്ട്, അയൽവാസിൻ്റെ വെള്ളം മുടക്കിയിട്ട്, അവൻ്റെ വടി മുടക്കിയിട്ട് ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വീടിനോട് ചേർന്ന് ആകെ 10 അടി 8 അടി ഉള്ളത്, 4 അടി ഉള്ളത്, അതിൽ പിന്നെ എന്താ ചെയ്യാനാ? ആയിക്കൂടി നടക്കുക എന്നല്ലാതെ കൊടുക്കാൻ കഴിയില്ലല്ലോ. ഈ വീടിന് തകരാറ് സംഭവിക്കൂല, ഇതിൻ്റെ തറക്ക് പ്രശ്നം വരൂല. അതുകൊണ്ട് അയൽവാസി പറയും, ഞങ്ങളെ മതില് നല്ല മതില, ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ വരാനുള്ള വഴി വേണം, നിങ്ങളൊന്ന് പൊളിച്ചു തരണം, സ്ഥലത്തിൻ്റെ പൈസ തരാ, ഈ മതിൽ കെട്ടിയ പോലെ കെട്ടിത്തരാ, പൊളിക്കുമ്പോൾ കല്ല് ചിലപ്പോൾ കിട്ടൂല, ഞങ്ങൾ പുതിയ ഹോളോ ബ്രിക്ക് വാങ്ങാം, അത് ഞങ്ങൾ വാങ്ങും, അതിൻ്റെ സിമെൻറ്റ് ഞങ്ങൾ വാങ്ങും, മണൽ ഞങ്ങൾ വാങ്ങും, ഞങ്ങൾ പണിക്കൂലി കൊടുക്കും, നേരെ കെട്ടിച്ചു തരും. സ്ഥലത്ര ഉണ്ടോ, 1/2 സെന്റ് ഉണ്ടോ, അതിൻ്റെ പൈസയും തരാ, ഇവിടുത്തെ മാർക്കറ്റ് വില തരാ, കുറച്ച് കൂട്ടിത്തരാ, തരൂല. എന്നിട്ട് പള്ളിയിൽ വന്ന് 1-ാമത്തെ സൊഫിലിരുന്നിട്ട് പടച്ചോനെ പൊറുത്തുണ്ട, നല്ലോണം പൊറുക്കുമല്ല. നിങ്ങളെ വീട്ടിലേക്ക് കാറ് വരണം, നിങ്ങളെ വീട്ടിലേക്ക് ലോറി വരണം, നിങ്ങളെ വീട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും വരണം, അയൽവാസിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റൂല. കറുത്ത മനസ്സാണ്, കറുത്ത മനസ്സ്. ആ മനസ്സ് മാറണം, എന്നാലേ നമുക്ക് മുഹ്സിനാകാൻ കഴിയുകയുള്ളൂ, എന്നാലേ നമുക്ക് മുഅ്മിനാവാൻ കഴിയുകയുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടും നിങ്ങളോടും പറയുന്നത്. മനസ്സിലായില്ലേ?
അത് ഓരോ സന്ദർഭത്തിനായിരിക്കും. ഇപ്പം നമ്മളെ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലൊക്കെ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബാഹ്യമായി കേട്ടിട്ട് വളരെ മോശമായിട്ടാ ചങ്ങാതി എന്ന് വിചാരിക്കരുത്. അതിൻ്റെ സാഹചര്യങ്ങളെ പഠിക്കണം, സന്ദർഭങ്ങളെ പഠിക്കണം. ചിലപ്പോൾ കൂട്ടുസ്വത്തായിരിക്കും, നമ്മൾ വിചാരിക്കുന്ന ആൾ കൊടുക്കാൻ റെഡിയായിരിക്കും, ആ കുടുംബത്തിൽ ഒരാൾ റെഡിയാവില്ല. അതിന് ഇയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ വിലയിരുത്തുന്നതിന് മുമ്പ് നമ്മൾ ആ വിഷയത്തെ പഠിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു വഴി കൊടുക്കുന്നതിന് പള്ളിയായിട്ടൊക്കെ വരുന്ന നിസ്കരിക്കാനൊക്കെ വരുന്ന ആൾ ചിലപ്പോൾ റെഡിയായിരിക്കും, പക്ഷെ ആ കുടുംബത്തിൽ ഇത് കൂട്ടുസ്വത്താ, രണ്ടാൾ റെഡിയല്ല, പക്ഷെ ഇവർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അയാൾ മോശമാണ് ഇയാൾ മോശമാണെന്ന് വിലയിരുത്താനല്ല, നമ്മളെക്കുറിച്ച് പഠിക്കുക, നമ്മളെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് വിഷയത്തെ വിലയിരുത്താൻ ശ്രമിക്കുക. റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആരാണ് ഏറ്റവും നല്ല മുഹ്സിനായ ആള് എന്നറിയണമെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയൽവാസിയോട് ചോദിക്ക്, അയൽവാസി പറയും നിന്നെ കുറിച്ച് നല്ലവനാണ് എന്ന്. അയൽവാസി പറയാ ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു മുറുക്കിറക്കൂലട്ടോ, അത്രയാണ്. പിന്നെ നമ്മളിങ്ങനെ നിസ്കരിക്കുകയാണ്, ഭയങ്കര നിസ്കാരം, ഭയങ്കര പ്രാർത്ഥന എല്ലാം ഉണ്ട്. ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ അയൽവാസിക്ക് കൊടുത്തയക്കാൻ പറഞ്ഞ മതാണ് അള്ളാഹുവിൻ്റെ മതം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് തെറ്റി നിൽക്കുക അയൽവാസികളായിട്ട്, മുഖം കുറിപ്പിച്ച് നിൽക്കുക, ബലൂൺ വീർപ്പിച്ച പോലെ. മിണ്ടൂല, കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൂല, ഭയങ്കര വാശിയ, ഭയങ്കര കുശുംബ. മരിച്ചു പോകണം, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകണം. എത്രയോ കരുണച്ചീന്നും പള്ളിപ്പടിക്കൊന്നൊക്കെ പോയി, അവരൊക്കെ പോയിട്ടുണ്ട്. പള്ളിപ്പടിയിലെ ആ ഖബർസ്ഥാനിന്റെ പള്ളിന്റെ പിറകുവശത്തുള്ള 6 അടി മണ്ണിലേക്ക് ലയിച്ചു പോയി. ഇനിയൊന്ന് മാന്താനും തുറക്കാനും അവസരമുണ്ടെങ്കിൽ വല്ല തുടയല്ലോ വല്ല വാരിയല്ലോ ബാക്കിയുണ്ടാകും, ബാക്കിയെല്ലാം ദ്രവിച്ചു പോയി. അതുകൊണ്ട് കുത്തിയിട്ട കബറുകൾ കാണുമ്പോൾ ഈ വാശിയും കുശുമ്പും കുറുമ്പുമായി നിൽക്കുന്ന എൻ്റെ ഇറച്ചിയും ഈ മണ്ണിൽ ലയിച്ചു ചേരാനുള്ളതാണ്, ഈ പുഴുക്കൾക്ക് തിന്നാൻ കൊടുക്കാനുള്ളതാണ് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാ, അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാ ദർ. റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയാ യാ അബാ ദർ, ഓ അബൂ ദർ, ഇദാ തബഖത മറഖതൻ, നീ കറി ഉണ്ടാക്കിയാൽ ഫഅക്സിർ മഅഹാ, അതിലേക്ക് വെള്ളം കൂട്ടി ഉണ്ടാക്ക്, വെള്ളം ചേർക്ക്. നീ 4 ആക്കുള്ള കറി, നിങ്ങളെ വീട്ടിൽ 4 ആക്ക് കറി ഉണ്ടാക്കിയപ്പോൾ ഒരു സ്പെഷ്യൽ കറിയൊക്കെ ആണെങ്കിൽ അപ്പുറത്തും മുരിങ്ങണ്ട് ഇപ്പുറത്തും മുരിങ്ങണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പിടിച്ചത്, എന്നാൽ പിന്നെ അപ്പുറത്ത് കൊടുത്തേക്കാൻ വേണ്ടി ഉണ്ടാക്കണമെന്നില്ല. ഒരു സ്പെഷ്യൽ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫഅക്സിർ മഅഹാ, അതിൽ വെള്ളം ചേർക്ക്. എന്നിട്ട് തആഹദ് ജീറാനക്, നിന്റെ അയൽവാസിക്കും കൊടുക്ക്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചൊരു മതത്തിൻ്റെ ആളുകളാണ് സുബ്ഹാനല്ലാഹ് മുസ്ലിങ്ങളായി അറിയപ്പെടുന്നത്, മുഅ്മിനീങ്ങളായി അറിയപ്പെടുന്നത്. പോരാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ലൈസ ബി മുഅ്മിനിൻ, മുഅ്മിനല്ല ആര്? മൻ ബാത്ത, രാത്രി കഴിച്ചുകൂട്ടി. എങ്ങനെ? ലൈസ ബി മുഅ്മിനിൻ, മുഅ്മിനല്ല. മൻ ബാത്ത ശബ്ആനുൻ വജാറുഹു ഇലാ ജംബിഹി ജാഇഹുൻ വഹുവ യഅലം, അയൽവാസിക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല എന്നറിഞ്ഞിട്ടും രാത്രി സുഖായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവൻ മുഅ്മിനേ അല്ല, അവൻ ഈമാനില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അറിയാതെ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നതാണ്, അയൽവാസിൻ്റെ കഥ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ ഉറങ്ങിപ്പോയി. വന്നിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതാ. അയൽവാസിയുടെ അന്നത്തെ പ്രശ്നം നമുക്ക് അറിയില്ല, പക്ഷെ അറിയും ഒരാൾക്ക് ഓല് ബുദ്ധിമുട്ടിലാണ്, പ്രശ്നത്തിലാണ്, അവിടെ വെക്കാനൊന്നുമില്ല. എന്നിട്ട് ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടുവന്നു, നന്നായി കഴിച്ചു, ചോദിച്ചില്ല അവരോട്, മിണ്ടിയില്ല അവരോട്. അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി, അവരോട് ചോദിച്ചില്ല എന്താ അവസ്ഥ എന്ന് ചോദിച്ചില്ല. നല്ല മുഖമക്കനെയും പർദ്ദയൊക്കെ ഇട്ട് പള്ളിയിൽ വരുന്ന സ്ത്രീകളെ, നിങ്ങൾ അയൽവാസിയുടെ അടുക്കള വാതിലിലൂടെ, അവിടെ സ്ത്രീകളാണുള്ളത്, സലാം പറഞ്ഞ് കയറി ചെല്ലണം. എന്നിട്ട് നിങ്ങൾക്ക് അനുവാദമുള്ള വീടാണെങ്കിൽ കറിപ്പാത്രം ഒന്ന് തുറന്നു നോക്കണം, അവിടുത്തെ അരിവെച്ച പാത്രമൊന്ന് നോക്കണം, അവിടുത്തെ മുളകും മല്ലിയും സൂക്ഷിക്കുന്ന അതിന്റെ വാതിലുകൾ തുറന്നു നോക്കണം. എന്നിട്ടില്ലെങ്കിൽ ഭർത്താവിനോട് പറയണം, പ്രശ്നട്ടോ വീട്ടില്, നമുക്ക് വാങ്ങുമ്പോൾ കുറച്ച് അങ്ങോട്ടും വാങ്ങിക്കോ എന്ന് പറയണം. അങ്ങനെ പറയാൻ കഴിയുമോ? അതാണ് അയൽപ്പക്ക ബന്ധമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു തആല നമ്മെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, സ്ത്രീകളൊക്കെ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഹദീസാണ്. ഞങ്ങളെ ഭാര്യമാരെയൊക്കെ പള്ളിയിൽ കൊണ്ടുവരണം എന്ന് പറയണേ. ഇത് അള്ളാൻ്റെ വീടാണ്, അവർക്ക് വേറെ സ്ഥലമുണ്ട്, ഇരിക്കാൻ റൂമുണ്ട്, അവർക്ക് ഒതു കൊടുക്കാൻ വേറെ സൗകര്യമുണ്ട്. നമ്മളാരും ഇടകലർന്നല്ല ഇരിക്കണത്. പിന്നെ ചില ക്ലാസ്സുകളും ചില ഖുതുബകളൊക്കെ അവർ കേൾക്കണം. അങ്ങനെ അവർക്ക് മാറ്റം ഉണ്ടാവുക. ഒരു വീട്ടിൽ ഏറ്റവും വലിയ മാറ്റം നമ്മുടെ സഹോദരിമാർക്കാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമല്ല, ജമാഅത്ത് നിർബന്ധമല്ല. എന്നാൽ അവസരം കിട്ടിയാൽ അവർക്ക് വരാം, കേൾക്കാം. അപ്പോൾ അവർക്കും നമുക്ക് കിട്ടുന്നത് പോലെയുള്ള കൂലി കിട്ടും. റിക്ഷയിൽ പോണില്ലേ? ഉണ്ട്. കാറിൽ പോണില്ലേ? ഉണ്ട്. ഏതോ ഒരാളുടെ ഓട്ടോറിക്ഷയിൽ പോണില്ലേ? ഉണ്ട്. ബസ്സിൽ യാത്ര, ട്രെയിനിലുണ്ട്, ഫ്ലൈറ്റിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. മാർക്കറ്റിലേക്ക് പോണില്ലേ? ഉണ്ട്. ടെക്സ്റ്റൈൽസിലേക്ക് ഒറ്റക്ക് പോണില്ലേ? ഒക്കെ ഉണ്ട്. അതിൻ്റെ തെറ്റു ശരിയല്ല ഇപ്പം ഞാൻ പറയണത്. എന്നാൽ നിങ്ങളെ ഭർത്താവിൻ്റെ കൂടെ, നിങ്ങളെ വാപ്പാൻ്റെ കൂടെ, നിങ്ങളാങ്ങളുടെ കൂടെ ആ കാറിലിരുന്ന്, ബൈക്കിലിരുന്ന്, നടന്ന് അള്ളാഹുവിൻ്റെ വീട്ടിൽ വന്ന് ഈ പകൽ വെളിച്ചത്തിൽ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്ത്, ജുമാ ഖുത്ബ കേട്ട് നമസ്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ ഹൃദയത്തിലേക്ക് ചില വെളിച്ചം കിട്ടും. അത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹദീസാ. എന്താ പറയണ? ആ ആള് വന്ന് നബിയോട്, ഇന്ന ഫുലാന, ഒരു പെണ്ണ്, ഒരു സ്ത്രീ, യുദ്ഖറു മിൻ കസറത്തി സ്വലാത്തിഹാ, അവൾ ഭയങ്കര അറിയപ്പെട്ടൊരു, എല്ലാവരും പറയുന്നൊരു സ്ത്രീയാണ്. നല്ല നിസ്കാര, വസിയാമിഹാ, ഭയങ്കര നോമ്പിലൊക്കെ വളരെ കണിശത, വളരെ സൂക്ഷ്മത പാലിക്കുന്ന ഒരു പെണ്ണാ. സുന്നത്ത് നോമ്പുകളൊന്നും വിടാതെ നോമ്പെടുക്കുന്നൊരു സ്ത്രീയാണ്. വസദഖതിഹാ, ധാരാളമായിട്ട് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നൊരു സ്ത്രീയാണ്. ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് നബിയെ. ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ നന്നായിട്ട് നിസ്കാരത്തിലൊക്കെ വളരെ ശ്രദ്ധയുള്ള സ്ത്രീയാണ്, ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കുന്ന സ്ത്രീയാണ്, ധാരാളമായി അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സ്ത്രീയാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്. എന്താണത്? അയൽവാസികൾക്ക് നാവ് കൊണ്ട് ഇടക്കിടക്ക് ഷെറുണ്ടാക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുക പോലും ചെയ്തില്ല. ഒന്ന് മിണ്ടാതിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പോലും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു നിർത്തുന്ന ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. എന്താ പറഞ്ഞത്? നിസ്കാരത്തിൽ അറിയപ്പെട്ട ഒരു സ്ത്രീ, സ്വതക്കയിൽ അറിയപ്പെട്ട ഒരു സ്ത്രീ, നോമ്പിൽ അറിയപ്പെട്ട ഒരു സ്ത്രീ. അയൽവാസികളൊക്കെ പറയും, എല്ലാ സുന്നത്ത് നോമ്പ് കൊടുക്കൂട്ടോ ആ സ്ത്രീ, ഭയങ്കര ഉഷാറാ, ഒരൊറ്റ സുന്നത്ത് നിസ്കാരം കളിയില്ല, സുന്നത്ത് നോമ്പ്, പിന്നെ ആര് ചോദിച്ചാൽ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സ്ത്രീയാണ്. എന്നിട്ട് ഈ പറഞ്ഞ ആള് പറയാ നബിയോട്, ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അവളുടെ നാവ് അയൽവാസികൾക്ക് ഷർറാണ്, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അയാൾ വീണ്ടും നബിയോട് പറയാ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഫഇന്ന ഫുലാന, ഒരു സ്ത്രീ, യുദ്ഖറു മിൻ ഖില്ലത്തി സിയാമിഹാ, നോമ്പൊക്കെ ഫർളൊക്കെ എടുക്കുള്ളൂ, സുന്നത്തിലൊന്നും അത്ര എടുക്കാനൊന്നും അവർക്ക് പറ്റാറില്ല. വസദഖതിഹാ, കൊടുക്കലൊക്കെ വളരെ കുറവാ. വസലാത്തിഹാ, നിസ്കാരവും കുറവാ. എന്ന് പറഞ്ഞാൽ ഫർളൊക്കെ ചെയ്യും, ആ കുറേ സുന്നത്ത് നമസ്കാരങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ വലാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ, ഒരയൽവാസിക്കും അവളുടെ നാവ് കൊണ്ട് ഒരു ഷർറുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നല്ല വലിയ മഫ്തിയും വലിയ പർദയും ലൂസുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിലേക്ക് വരുന്നവർ, വരാത്തവർ ആരാട്ടെ, നമ്മുടെയൊക്കെ കുടുംബിനികൾ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഉമ്മമാർ, ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഖബറിലേക്ക് കാല് നീട്ടാനായിട്ടും എന്നെയൊക്കെ തിരിച്ചു വിളിക്കാനായിട്ടുണ്ട്. പ്രായം കൊണ്ട് തന്നെ മരണത്തിന്റെ വിളിക്ക് പ്രായമില്ല, പക്ഷേ കുറച്ച് പ്രായമാകുമ്പോൾ തോന്നുമല്ലോ എന്നൊക്കെ വിളിക്കാനായിട്ടുണ്ട്. എന്നിട്ടും നുണ പറയൽ നിർത്താത്തവർ, ഏഷണിയും പരദൂഷണവും അവസാനിപ്പിക്കാത്തവർ, അവസരം കിട്ടിയ 4 സ്ത്രീകൾ ഒരുമിച്ച് ചേർന്നാൽ മറ്റുള്ളവരുടെ പച്ചമാംസം കൊത്തി വലിക്കുന്നവർ, നിങ്ങൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ സുന്നത്ത് നോമ്പിന്റെ ആളുകളായിട്ട് കാര്യമില്ല, നിങ്ങൾ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വതക കൊടുത്തിട്ട് കാര്യമില്ല. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം എന്താണ്?
പല സ്ത്രീകളും ഇതിൽ ശ്രദ്ധിക്കൂല. നിസ്കാരമുണ്ട്, ആ മുസല്ലാണ്ട് മടക്കി വെച്ചാൽ പിന്നെ തുടങ്ങാന്നോണ അറിയാലേ. ഖുർആനൊക്കെ ഓതിയിരുന്ന് അവിടുന്ന് ദിക്റും ചൊല്ലിയിരുന്ന് അപ്പുറത്തെ അമീനാനെ വിളിച്ചു, അപ്പുറത്തെ നഫീസാനെ വിളിച്ചു, അപ്പുറത്തെ മൈമൂനാനെ വിളിച്ചു, അപ്പുറത്തെ ഖദീജാനെ വിളിച്ചു, വിളിച്ചിട്ട് തുടങ്ങിന്നോണ. എന്തിനാണ് നിങ്ങളെ സ്വലാത്ത്? എന്തിനാ ദിക്റ്? എന്തിനാ നിങ്ങളെ നിസ്കാരക്കുപ്പായം? എന്തിനാണ് നിങ്ങളുടെ സ്വതക്ക? നിങ്ങൾ ആ ചോദിച്ചു വന്നവർക്ക് ഇല്ലാഞ്ഞിട്ടും എടുത്തു കൊടുത്തത് എന്തിന്? അതറിയാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് എന്താ മനസ്സിലായത്? ഒരു സ്ത്രീ നബിയേ നിസ്കാരം കുറവാ എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കരിക്കൂല എന്നല്ല, പിന്നെ അള്ളാന്റെ റസൂലിന്റെ ഭാര്യയൊക്കെ കയറ് കെട്ടി നിസ്കരിച്ചൂല. രാത്രി കയറ് കെട്ടി, നമ്മളിങ്ങനെ കഴുക്കോലൊക്കെ കെട്ടൂല, ഇന്ന് കയറ് തൂക്കി ടൈം അങ്ങനെ നിന്ന് നിസ്കരിച്ച് കുഴങ്ങിയപ്പോ കയറുമ തൂങ്ങി. അള്ളാന്റെ റസൂല് കയറ് മുറിച്ചിടാൻ പറഞ്ഞു. വേണ്ട, അങ്ങനത്തെ നിസ്കാരമൊന്നും ഇസ്ലാമിലില്ല. നിന്ന് നിസ്കരിച്ചാൽ മതി. കഴിയിലെ ഇരുന്ന് നിസ്കരിച്ചോ, അല്ല കയറുമ തൂങ്ങിയിട്ടൊന്നും നിസ്കരിക്കേണ്ട. അങ്ങനെ നിസ്കരിക്കണവര്. നമ്മളൊന്നും അങ്ങനെ ചെയ്യണില്ല. പക്ഷേ രാത്രി 3 റക്അത്ത് എണീച്ച് നിസ്കരിക്കുക, 5 റക്അത്ത് നമസ്കരിക്കുക. ഇനി അതില്ല, ഫർളൊക്കെ നിസ്കരിച്ച് സുന്നത്ത് നമസ്കരിച്ച് ദിക്റൊക്കെ ചൊല്ലി ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി ഇരിക്കുന്ന സഹോദരിമാരെ, അയൽവാസികളെ കുറിച്ച്, അയൽപ്പക്കത്തുള്ള സ്ത്രീയെ കുറിച്ച്, പുരുഷനെ കുറിച്ച് ഏഷണി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, തട്ടിപ്പറയുന്നവർ, കുത്തിപ്പറയുന്നവർ, നാവ് കൊണ്ട് പലർക്കും ഷർറുണ്ടാക്കുന്നവർ, നിങ്ങൾ ഒരൊറ്റ വാക്കുകൊണ്ട് കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവർ, അങ്ങനെയൊക്കെയുണ്ട്. തമാശക്ക് പറഞ്ഞതാണ് ഓനോട് ഓൻ്റെ ഭാര്യനെ കുറിച്ച് തമാശക്ക് പറഞ്ഞതാണ്. ഒന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് തിരുത്തി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവളോട് ഭർത്താവിനെ കുറിച്ച് വെറുതെ നുണ പറഞ്ഞ്, ഭാര്യയോട് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഓന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി മരിച്ചു, തൊലാക്കായി. ചോദിക്കാൻ ആളില്ല, പറഞ്ഞാൽ മരിച്ചു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യമാണോ തമാശയാണോ ചോദിക്കാനില്ല. എൻ്റെ ഭർത്താവിന് വേറൊരു പെണ്ണിൻ്റെ കൂടെ കണ്ടു എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, പറഞ്ഞാൽ മരിച്ചുപോയി. എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും ഈ കറ? നാവ് കൊണ്ടുണ്ടാക്കുന്ന മുറിവ് വാളുകൊണ്ടും കത്തി കൊണ്ടും ഉണ്ടാക്കുന്ന മുറിവ് പോലെയല്ല. അത് മരുന്ന് വെച്ച് കെട്ടി സ്റ്റിച്ചിട്ട് ചില സർജറികൾക്ക് വിധേയമാക്കിയാൽ ചിലപ്പോൾ നന്നാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നാവ് കൊണ്ട് ഏൽപ്പിക്കുന്ന തൊടുത്ത് വിട്ട അമ്പുകളുണ്ടല്ലോ, അത് മുറിവേൽപ്പിക്കുന്നത് ഡെപ്തായ അഗാധമായ മുറിവായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുക. അള്ളാഹു തആല എന്നെയും നിങ്ങളെയും സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനമാണ് അടുത്ത മാസം. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ IT രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ, എല്ലാ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളെയും നമ്മളിങ്ങനെ ഒരുമിച്ചിരുത്തി ഡോക്ടർമാർക്ക് വേറെ സമ്മേളനം, എഞ്ചിനീയർമാർക്ക് വേറെ സമ്മേളനം. എന്തിനാണ്? അവരുടെ ഫീൽഡിലുള്ളവരെ അവരുടെ ഫാമിലി അടക്കം വിളിച്ചു വരുത്തി അവരെ പഠിപ്പിക്കുകയാണ് ദീന്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം നടക്കുകയാണ് 3 ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലേക്ക് നമ്മുടെ നാട്ടിൽ IT രംഗത്ത് പഠിക്കുന്ന, മെഡിക്കൽ രംഗത്ത് പഠിക്കുന്ന, എഞ്ചിനീയറിംഗ് രംഗത്ത് പഠിക്കുന്ന, പാരാമെഡിക്കൽ രംഗത്ത് പഠിക്കുന്ന, നഴ്സിംഗ് രംഗത്ത് പഠിക്കുന്ന ഇവരൊക്കെയാണ് ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ. ഡോക്ടറാകാൻ പഠിക്കുന്നവർ, അതിലെല്ലാ ഡോക്ടർമാരും, ഹോമിയോ ആകട്ടെ, ആയുർവേദമാകട്ടെ, അലോപ്പതി ആകട്ടെ, ഏതുമാകാം. അതുപോലെ IT രംഗത്ത് പഠിക്കുന്ന കുറേ ആളുകളുണ്ട്. എഞ്ചിനീയറിംഗിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. തെറാപ്പി രംഗത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. പാരാമെഡിക്കൽ രംഗത്ത് പഠിക്കുന്നവരുണ്ട്. DPharm, BPharm ആൻഡ് MPharm പോലെയുള്ള ഫാർമസി കോഴ്സുകളിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയ വേദി ഒരുക്കി തിരുവനന്തപുരത്ത് എല്ലാ വർഷവും നടക്കുന്നത് പോലെ 3 ദിവസത്തെ ഒരു വലിയ സമ്മേളനം. ചെറിയ ചിലവൊന്നുമല്ല. അവിടെ ഇന്നത്തെ കലക്ഷൻ ചിലപ്പോൾ നമ്മളെ യൂണിറ്റിൽ നിന്ന് 4 ആളെ പോകാണ്ടാവുള്ളൂ. പക്ഷെ ആയിരക്കണക്കിന് കുട്ടികൾ ഒരുമിച്ച് ചേരുന്ന ആ സമ്മേളനത്തിൻ്റെ ചെലവിലേക്കുള്ള കലക്ഷനാണ് ഇന്ന്. 1 കലക്ഷനാണ്. 2 നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധത്തിലോ നമ്മുടെ അയൽപ്പക്കങ്ങളിലോ നമ്മുടെ അകന്ന ബന്ധങ്ങളിലോ എവിടെയെങ്കിലും പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. അവരെ പോലെയുള്ള ആളുകളാണ് ഇന്ന് ഈ ആദർശ പ്രബോധന രംഗത്തിന് ചുക്കാൻ പിടിക്കുന്നത്. എത്ര ഡോക്ടർമാരാ, എത്ര എഞ്ചിനീയർമാരാ, അവർക്ക് ഇങ്ങനെ കിട്ടിയതാണ് ദിശാബോധം, ഇങ്ങനെ കിട്ടിയതാണ് ക്ലാസ്. നല്ല ഡോക്ടറായിട്ടും കൃത്രിമം നടത്താത്ത ഡോക്ടറായി എൻ്റെ സേവനം ഇവർക്ക് പോകണം എന്ന് വിചാരിക്കുന്ന ഡോക്ടർമാരെ വാർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെയും അതിലേക്ക് എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അകമടിഞ്ഞ്
ആ വലിയ ഭീമമായ ചെലവ് വരുന്ന ഈ സമ്മേളനത്തിലേക്കുള്ള കലക്ഷൻ നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ ഖുതുബയിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സർവശക്തനായ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംസാരിച്ചതുപോലെ അയൽപ്പക്ക ബന്ധങ്ങളെ സുദൃഢമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കൂട്ടുകുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളും പോരായ്മകളും ഉണ്ടാവാം. അള്ളാഹു നികത്തി മുന്നോട്ട് പോകാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഇല്ലാത്തവരെ ഉള്ളവരെ ഒക്കെ നീയാണല്ലോ റബ്ബെ പരീക്ഷണമായി ഭൂമിയിൽ വെച്ചത്. അതുകൊണ്ട് റബ്ബെ, ഞങ്ങൾക്കെന്തുണ്ട്, ചെറുതായിരിക്കാം വലുതായിരിക്കാം, അതനുസരിച്ച് ഞങ്ങളെക്കാൾ കുറഞ്ഞവരിലേക്ക് അത് ചെലവഴിക്കാനുള്ള മനസ്സ്, നല്ല തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത വിധത്തിൽ നിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, നീ പരീക്ഷണമായി തന്ന സ്വത്ത് അത് നിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തുനിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉമ്മമാരുടെ ജ്യേഷ്ഠാനികന്മാരുടെ മക്കളുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, മരിക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.